പ്രിയപ്പെട്ടവരെ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി ബി രാകേഷിനെ തെരഞ്ഞെടുത്തു. ലിസ്റ്റൻ സ്റ്റീഫൻ സെക്രട്ടറിയാകും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സജി നന്ദ്യാട്ടിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസിനും തോൽവി. വിവരങ്ങളുമായി ഷബാസ് അഹമ്മദ് ഉണ്ട്. ഷബാസ് അഹമ്മദ്, ഗുഡ് ഈവനിംഗ് ഷബാസ് അഹമ്മദ്. അങ്ങനെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ സാന്ദ്രയ്ക്ക് പരാജയം, ലിസ്റ്റൻ സ്റ്റീഫന് വിജയം. സാന്ദ്രയുടെ ടീം തോറ്റുവല്ലേ? അതെ അരുൺകുമാർ, വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ബി രാകേഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റൻ സ്റ്റീഫനും തെരഞ്ഞെടുക്കപ്പെട്ടു. മഹാ സുബൈറാണ് ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു. 110 വോട്ട് മാത്രമാണ് സാന്ദ്രയ്ക്ക് നേടാനായത്. ഈ 107 വോട്ടിനാണ് ഈ ബി രാകേഷ് സജി നന്ദ്യാട്ടിനെ പരാജയപ്പെടുത്തിയത്. ബി രാകേഷ് 182 വോട്ടുകൾ നേടി. സജി നന്ദ്യാട്ട് 75 വോട്ടുകൾ മാത്രമാണ് നേടിയത്. അതോടൊപ്പം സോഫിയ പോൾ, സന്ദീപ് സേനൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറിമാരായി ആൽവിൻ ആന്റണിയും MM ഹംസയുമാണ് വിജയിച്ചത്. 14 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഔദ്യോഗിക പാനലിലാണ് മേൽക്കൈയുള്ളത്. ഈ ഔദ്യോഗിക പാനൽ തന്നെയാണ് ഈ പൂർണ്ണമായും ഈ സീറ്റുകളിലെല്ലാം മേൽക്കൈ നേടിയിരിക്കുന്നത്. അങ്ങനെ വിവാദങ്ങൾക്കും വലിയ വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. വൈകിട്ടോടുകൂടി ഫലം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ലിസ്റ്റൻ സ്റ്റീഫനും ഈ ബി രാകേഷും നയിക്കുന്ന ഔദ്യോഗിക പാനൽ തന്നെയാണ് ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. ഷഹബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.